തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ റോൾ ഇല്ലാതെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ. കാഴ്ചക്കാരിയുടെ റോൾ മാത്രമാണ് മുൻ മേയർക്കുണ്ടായിരുന്നത്. ഹലോ, ഞാൻ ഊട്ടി ആളുകൾക്കൊന്നും ഒരു മൈൻഡ് ഇല്ലല്ലോ. അങ്ങനെ ഒതുങ്ങിപ്പോയ മുൻമേയറെ ഇന്നലെ പൂജപ്പുരയിലെ പൊതുയോഗ മൈതാനത്ത് കണ്ടു. ഇനി കണ്ണട വെച്ചതാണോ പ്രശ്നമായി പോയത്? കണ്ണട വേണ്ട. കണ്ണട വെക്കാൻ കാര്യമേ അന്ന് ആ കൂരിരുട്ടിൽ യദു ബസ്സിനകത്ത് ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കാണിച്ച ആ ഒരു പ്രത്യേക ആക്ഷൻ ബാക്കിൽ വന്ന കാറിൻ്റെ പിൻ സീറ്റിലിരുന്ന് കണ്ടതോടുകൂടി, ആ ഒരു കാണാൻ പറ്റാത്ത കാഴ്ച കണ്ടതോടുകൂടി കണ്ണടിച്ച് പോയതാ. ഭയങ്കര തീവ്രത കൂടുതലായിരുന്നു ആ കാഴ്ചയ്ക്ക്. അതാണ് കണ്ണട വെച്ചത്. പിന്നെ കണ്ണട വെച്ചാൽ രണ്ടുണ്ട് കാര്യമെന്ന് പറയുന്നത് പോലെ പൊതുജനത്തിൻ്റെ കൈവാക്കിന് കിട്ടിയാലും പെട്ടെന്ന് ആളെ കണ്ടാൽ മനസ്സിലാകത്തില്ലല്ലോ എന്നൊരു ഗുണവും കൂടെ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ സഖാക്കളൊന്നും കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. സ്ഥാനാർത്ഥി വരും മുമ്പേ സ്ഥലത്തെത്തി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത്രയും ചെറിയ പ്രായത്തിൽ BJPയുടെ കാൽക്കൽ കൊണ്ട് കോർപ്പറേഷൻ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂലയ്ക്ക് മിണ്ടാതെ ഒതുങ്ങി നിൽക്കാനും എന്നെ കൊണ്ട് പറ്റും. ഉദ്ഘാടകൻ വന്നപ്പോഴേക്കും കാഴ്ചക്കാരിയായി മൈതാനത്തെ ഒരു കോണിലേക്ക് മാറി. ബേബി സഖാവേ, ഞാൻ നിങ്ങളുടെയൊക്കെ കുഞ്ഞാവ, ചെറിയ പ്രായത്തിൽ വലിയ നേട്ടം നേടിയ ഊട്ടി കാറലും മിത്തപ്പ, ഇത് മൊത്തത്തിൽ നാറുമല്ലോ, വരണ്ടായിരുന്നു. മുന്നണിയിലെ പ്രധാന നേതാക്കളൊക്കെ വേദിയിലെത്തി. ഒരു കൈ എനിക്ക് നിങ്ങളൊക്കെ തോളെ കയറ്റി വെച്ചതല്ലേ, കൊതി വരുന്നു സ്റ്റേജിൽ കയറാൻ. അവിടെ ഒരു മൂലയ്ക്കെങ്കിലും ഞാൻ മിണ്ടാതെ നിന്നോളാം. പറ്റൂലല്ലേ? തിരുവനന്തപുരം നഗരസഭയ്ക്ക് എന്തുമാത്രം അവാർഡുകൾ വാങ്ങിച്ചു തന്ന ആളാ ഞാൻ, അത് മറക്കണ്ട. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുൻമേയർ അപ്പോഴും കസേരയിൽ പോലും ഇരിക്കാതെ ഒരു മൂലയിൽ തന്നെ. അത് ഇരിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് നിൽക്കുന്നത്. ശിവൻകുട്ടി അണ്ണനല്ലേ പറഞ്ഞത്, 5ാം ക്ലാസ്സിൽ ഇരിക്കുന്നല്ല 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ കൊണ്ട് 5ാം ക്ലാസ്സിൽ ഇരുത്തുവോ, അടുത്തിന് +2നോ ഡിഗ്രിക്കോ ഒക്കെയാ ചേർക്കുന്നതെന്ന്. അണ്ണൻ പോലും എന്നെ മൈൻഡ് ചെയ്യാതെ പോയല്ലോ അണ്ണാ. ചിലർ വന്ന് സൗഹൃദം പങ്കുവെച്ചു, ചിലർ ആര്യയുടെ കുഞ്ഞിനെ കളിപ്പിച്ച് കടന്നുപോയി. തൊലിക്ക് ലേശം കൂടെ കട്ടി കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, പിടിച്ച് നിൽക്കും ഞാൻ. ഭീമൻ്റെ കുച്ചേട്ടൻ നിന്ന പോലെ അന്ന് എല്ലാവർക്കും മുന്നിലായിട്ട് മുൻനിരയിലാണ് കൊന്നത്തെങ്ങ് പോലെ നിന്നതെങ്കിൽ ഒരു മൂലയ്ക്ക് നിൽക്കാൻ ഈ കുഞ്ഞാവയ്ക്ക് പറ്റും. ഞാൻ കരഞ്ഞാൽ പിന്നെ ആ കണ്ണീർ ചാലിൽ പിന്നെ ഇവരെല്ലാവരും ചാടി നീന്തേണ്ടി വരും എന്നുള്ളതുകൊണ്ട് കരയുന്നില്ല. മിത്തപ്പാ. MA ബേബിയുടെ പ്രസംഗം 1.5 മണിക്കൂറും പിന്നിട്ട് തുടർന്നതോടെ നേരം ഇരുട്ടി തുടങ്ങി. ഇരുട്ടട്ടെ, ഇരുട്ടിയാലും പോകുന്ന പ്രശ്നമില്ല. ആരെങ്കിലും ഒരാളെങ്കിലും മൈൻഡ് ചെയ്യണമെന്നൊന്ന് അറിയണമല്ലോ. മടുക്കാതെ മുൻമേയർ അവിടെ തന്നെ നിന്നു. നമ്മൾ ഇത്തരത്തിൽ അന്വേഷിച്ചിട്ട് കുറച്ച് സമയം ബിസി ആയിട്ട് അഭിനയിക്കാം. ഹലോ, ഇന്ന് ചാള തേങ്ങ ഇട്ടാണോ കറി വെച്ചത്? ആരും മൈൻഡ് ചെയ്യുന്നില്ല. ശരി, പിന്നെ വിളിക്കാം. ഫോണിൻ്റെ അങ്ങേ തലയ്ക്ക് തന്നെ കാണണേ. ഒടുവിൽ പ്രസംഗം കഴിഞ്ഞു. എല്ലാവരും ചേർന്ന് നിയമം പ്രകടന പത്രിക പുറത്തിറക്കി. അണ്ണാ, ശിവൻകുട്ടി അണ്ണാ, ഞാനും പൊക്ക അണ്ണാ, ഒരെണ്ണം എനിക്കും കൂടെ പൊക്കി പിടിക്കാൻ താ അണ്ണാ. നിങ്ങളൊക്കെ പൊക്കി പിടിച്ചല്ലേ അണ്ണാ ഞാൻ ഈ പരുവായത്. ചോറും കൂട്ടാനും കളിക്കേണ്ട പ്രായത്തിൽ കൊണ്ട് വലിയൊരു സ്ഥാനവും കൊണ്ട് വെച്ച് തന്നിട്ട് എന്നെ കറക്കിത്തിരിക്കുന്ന പാവയാക്കി വെച്ചോണ്ടിരുന്നു. അവസാനം കടിച്ചതും പിടിച്ചതും ഒറ്റാലി കിടന്നതും എല്ലാം കൂടെ ഒറ്റ ട്രിപ്പിന് പോയി കിട്ടി. അതും കാഴ്ചക്കാരിയായി നിന്ന് കണ്ട മുൻമേയർ പിന്നെ വിളിക്കാം, ആരും മൈൻഡ് ചെയ്യുന്നില്ല. ചാള പറ്റിയാ? അവസാനം ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചേക്കണേ. സച്ചിൻ ചേട്ടാ, ഇവിടെ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇത്തിരി തൊലിക്കട്ടി കൂടുതലായതുകൊണ്ട് ഇല്ല, ഭാഗ്യത്തിന് യദുവിനെ കാണേണ്ടി വന്നില്ല. ദൈവമേ, അബദ്ധത്തിലെങ്ങാനും അവൻ മുന്നിൽ വന്ന് പെടുവോ എന്നാണ്. ഇരുട്ടി എന്നെ വിളിക്കാൻ കാറുമായിട്ട് അവിടെ വന്ന് നിൽപ്പില്ലേ? അല്ല, ഒരു ലിഫ്റ്റ് പോലും കിട്ടുന്ന ലക്ഷണമില്ല. നേരത്തെ കാലത്തെ വീട്ടിൽ വന്ന ഉള്ള ചാളയും കപ്പയും കൊടുത്തുകൊണ്ട് വല്ലടം ചുരുളാമല്ലോ.
MA ബേബിയും ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും മുമ്പ് തന്നെ തിരികെ നടന്നു. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മടങ്ങി. മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രൻ എസ് എന്ന ഞാൻ മടക്കി വെച്ച്. കൈക്കുഞ്ഞുമായി ജോലി ചെയ്യുന്ന തിരുവനന്തപുരം മേയറുടെ ഫോട്ടോയ്ക്കൊപ്പം കുട്ടികളുമായി ഓഫീസിൽ എത്തരുത് എന്ന സർക്കാരിന്റെ മുൻ ഉത്തരവും ചർച്ചയാകുന്നു. കുഞ്ഞ് കൈക്കുഞ്ഞായിരുന്നപ്പോൾ അതിനെ കൊണ്ടുപോയി നടത്തിയ ഷോ എന്തൊക്കെയായിരുന്നു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കാണിച്ചു കൂട്ടിയത്. ഇനി ജീവിതകാലം മുഴുവൻ കുഞ്ഞിനെ വളർത്തി വീട്ടിയിരിക്കാം. കുഞ്ഞേ മാപ്പ്. നിന്നെ കളിപ്പിച്ച് വീട്ടിയിരിക്കേണ്ട സമയത്ത് ഷോയ്ക്ക് പോയില്ലേ, ഫയലിൽ ഒപ്പിടും പോലെ അഭിനയിച്ച് തകർത്തില്ലേ, അതിൻ്റെ ശിക്ഷയായിരിക്കും. ഈ പ്രായത്തിൽ മേയറായിട്ടുണ്ട് എങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനും അറിയാം. അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഞാൻ വളർന്നു വന്നത് എന്ന്. അഹങ്കാരത്തിലും ധാർഷ്ട്യത്തിലും PhD എടുത്തിട്ടും ക്ലച്ച് പിടിച്ചില്ല. ക്ലച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് യദൂ, എന്നാലും ഒരു 1.5 ശാപമായി പോയടേ നിൻ്റെത്. ഞാൻ എന്താ ചെയ്ത തെറ്റ്? നിങ്ങൾ പറ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഒന്നാളാകാൻ നോക്കി. പാതിരാത്രിക്ക് അങ്ങനെ ആളുകൾ കണ്ടതുകൊണ്ട് ഏതിരട്ടത്ത് നിന്നാലും ആളെ തിരിച്ചറിയുന്ന ലക്ഷണമാണ്. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടാതെ രക്ഷപ്പെട്ടതും ഒരു കണക്കിന് ഭാഗ്യം. അപ്പോൾ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അടുപ്പിക്കരുത് എന്ന് ഉള്ള മെസ്സേജ് ചെന്ന് കാണും. അതിൻ്റെ ഫലമായിട്ടാണ് ഒരുത്തം മൈൻഡ് ചെയ്യാതെ പോയത്. ഇലക്ഷൻ കഴിയുന്നത് വരെ ഒരു മൂലയ്ക്ക് വല്ലതും അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവന്മാർ ഇന്നോവ എൻ്റെ വീട്ടിലോട്ടും വിടും. കാറലും ഇത്തപ്പാ, പാർട്ടിക്കാർക്ക് എന്നോട് ഈ അവസ്ഥയാണെങ്കിൽ നാട്ടുകാർക്ക് എന്തായിരിക്കും? പണ്ടൊക്കെ ഷൂട്ടിന് വേണ്ടി എന്തുമാത്രം ജരാന്തര ബാധിച്ച കൈ പിടിച്ചതാ, ആരെയും കാണാനില്ല. ഇതാ പറയുന്നത് അഹങ്കാരം നീണാൽ വാഴില്ലെന്ന്. എന്നാലും ചോപ്പ് പരവതാനിയൊന്നും വേണ്ട, ഒരു ചോപ്പ് കസേര വലിച്ചിട്ട് തരായിരുന്നു ആർക്കെങ്കിലും. ഇനി എന്നെ പ്രചാരണത്തിന് ഇറക്കിയിട്ട് BJP-ക്കാർ ഓസിന് വീണ്ടും സീറ്റുകൾ കൂടുതൽ നേടണ്ടെന്ന് അവരും കരുതി കാണും. അവരെയും തെറ്റു പറയാൻ പറ്റൂലല്ലോ. ഹോ, എന്തൊരു കൊണ്ടുപോക്കാ കൊണ്ടുപോയത്. ഈ പ്രായത്തിന് ഇത്രയും പവറോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഇതേത് സിനിമയിലെ പാട്ടാ? എന്തിനാണാവോ ഇപ്പം നാക്കെ വന്നത്? ഓ, ആ PP ദിവ്യെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെടാതൊരു കൂട്ടായേനെ. ആ പെണ്ണും പിള്ളേം കണ്ടില്ലല്ലോ. അവർക്ക് ചിലപ്പോൾ ഉടുക്കാൻ പുതിയ സാരി കിട്ടി കാണത്തില്ല. ഇനി അവരും നാട് വിട്ടോ വിടിയിച്ചോ? ഏതായാലും സാധാരണക്കാരൻ്റെ നിലയിൽ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ഏകദേശം കുറേ കാര്യങ്ങൾ പിടികിട്ടി. മേയർ ഊട്ടി, മേയർ കൊടൈക്കനാൽ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടന്നപ്പോൾ ഒരു വല്ലാത്ത അന്ധതയായിരുന്നു കേട്ടോ. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റിയില്ല. അതിൻ്റെയും കൂടെ ഭാഗമായിട്ട് ആ കണ്ണട എടുത്ത് ഫിറ്റ് ചെയ്തത്. ഇപ്പം എല്ലാം നല്ല പ്ലച്ചനെ കാണാം. പ്രത്യേക ഒരു കാഴ്ചശക്തി കൂടുതൽ കിട്ടി. ഇന്ന് ഈ ചടങ്ങിന് വന്നപ്പോൾ പ്രത്യേകിച്ചും കാഴ്ചശക്തി നന്നായിട്ട് കൂടി. എല്ലാവരെയും എല്ലാ കാഴ്ചകളും എനിക്ക് നന്നായിട്ട് കാണാം. പക്ഷെ ആർക്കും എന്നെ കാണാൻ പറ്റുന്നില്ല. അതെന്ത് തരം അസുഖമാണോ എന്തോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ?